CPM-ന്റെ നേതാവാണ്. അദ്ദേഹത്തിനോട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അദ്ദേഹം മകൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ അദ്ദേഹം ബാംഗ്ലൂരാണ്. അപ്പോൾ അനാവശ്യമായി മാധ്യമങ്ങളിൽ വന്ന വാർത്ത, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സഖാബ് ബാബുവുമായി ബന്ധപ്പെടുകയുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ഒരാളുമായിട്ട് ചർച്ചയ്ക്കും പോയിട്ടില്ല, ചർച്ച ചെയ്തിട്ടുമില്ല, ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ്, അത് തെറ്റായ പ്രചരണങ്ങളാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഒരാള് ഒരു മകൻ്റെ ആവശ്യത്തിന് ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പോയാൽ പോലും അതിനെ തെറ്റായി ചിത്രീകരിക്കുന്ന രീതി ഇനിയെങ്കിലും മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് അവസാനിപ്പിക്കണം. പത്രത്തിൽ ഒരു തീരുമാനവും അങ്ങനത്തെ ഒരു നിലപാടും സഖാബ് ബാബുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ ഒരിക്കലും സാധിക്കില്ല, കഴിയില്ല. അദ്ദേഹം ചെയ്യൂല. കാരണം ഞങ്ങളെല്ലാം SFI രംഗത്ത് ഒരേ സമയത്ത് പ്രവർത്തിച്ചു വന്നവരാണ്. എൻ്റെ ഒരു 3 വർഷം സീനിയോറിറ്റി ഉള്ള സഖാവാണ്. അദ്ദേഹം കോളേജിൽ ഫൈനൽ ഇയറൊക്കെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നത്. അന്ന് മുതൽ ആ സഖാവിനെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ബാബുവിനെ പോലുള്ളൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കുറിച്ച് തെറ്റായ പ്രചരണം മാധ്യമങ്ങൾ നടത്തരുത്. അദ്ദേഹം അവിടുത്തെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയായിട്ട് ഇവിടെ എത്തും. നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ്. അങ്ങനെ ഒരു തെറ്റായ പ്രചാരവേല അവസാനിപ്പിക്കണമെന്നാണ് നെന്മാറ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നെന്മാറയിലെ അണികൾക്ക് ചില വിഷമങ്ങൾ ഉണ്ടായിരിക്കാമെന്ന് അദ്ദേഹം വെക്കുന്നുണ്ട്. കൂടെ ബാബു തന്നെ പറയുന്നുണ്ട്, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അണികൾക്ക് ഒരു പക്ഷേ സങ്കടങ്ങളും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എന്നുള്ള രീതിയിൽ. അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോൾ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വിഷയത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാവില്ലല്ലോ, സ്വാഭാവികമല്ലേ. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ നിർത്തിയാൽ എല്ലാവരുടെ വോട്ടും നമുക്ക് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുക. പക്ഷെ അങ്ങനെയല്ലല്ലോ. 2-3 മുന്നണികളല്ലേ നമ്മൾ മത്സരിക്കുന്നത്. പക്ഷെ നമ്മുടെ ആഗ്രഹം എന്താണ്? എല്ലാ വോട്ടും എനിക്ക് തന്നെ കിട്ടി, ഞാൻ ബമ്പം ഭൂരിപക്ഷത്തിൽ ജയിക്കണമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം, മനസ്സിലായില്ലേ. അതൊന്നും നമുക്ക് കുറ്റപ്പെടുത്തി പറയാൻ കഴിയില്ല. അത്തരം കുറവുകളും പോരായ്മകളെല്ലാം അതിജീവിക്കാനാണ് ഈ ഘട്ടത്തിൽ നല്ല ഇലക്ഷൻ പ്രവർത്തനം നടത്താൻ ആവശ്യമായ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ നേതാവാണ് ബാബു. അത് അദ്ദേഹം പരിപൂർണമായും പാർട്ടി ലക്ഷ്യം വയ്ക്കുന്ന രൂപത്തിൽ തന്നെ നിർവഹിക്കും. കോൺഗ്രസിന്റെ നേതാക്കൾ ഇത്തരത്തിൽ ചർച്ച നടത്തിയെന്ന് പറഞ്ഞ് പ്രചരണം നടത്തുന്നത് അവർക്ക് പരാജയം. കോൺഗ്രസിന് നെന്മാറ മണ്ഡലത്തിൽ എന്ത് സാധ്യതയുള്ളത്? നിങ്ങൾ നോക്കുക, കോൺഗ്രസിന് പാലക്കാട് ജില്ലയിൽ ഒരു എടുപ്പുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അതല്ലേ കോൺഗ്രസിൻ്റെ ദാരിദ്ര്യം, സ്ഥാനാർത്ഥി ദാരിദ്ര്യം. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കളെ നോക്കി ഇങ്ങനെ മനപ്പായസം കാണുക, ഇങ്ങനെ സ്വപ്നലോകത്തിരുന്ന് അയാളൊക്കെ ഞങ്ങളുടെ കൂടെ വരും എന്നുള്ള പ്രചാരവേല വളരെ മർമറിങ്ങായിട്ട് നടത്തുക, അതിനെ പത്രക്കാർക്ക് കൊടുക്കുക, അത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുക, ഇതെല്ലാം തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് ബാബു സ്വീകരിച്ചിട്ടുള്ളത്. അത് ശക്തമായി അദ്ദേഹം വരുമ്പോൾ നിങ്ങളോട് പങ്കും വയ്ക്കും. മറ്റൊരു കാര്യം, പാലക്കാട്ടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നേക്ക് ഉണ്ടാവുമെന്നാണ്. ഇനിയിപ്പോൾ 23 ദിവസമേ ഉള്ളൂ വോട്ടെടുപ്പിന്. എത്രയും പെട്ടെന്നൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവേണ്ടതല്ല. മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഭയങ്കര ബേജാറുണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾക്കില്ലാത്ത ബേജാറ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ ഞങ്ങൾക്കാണല്ലോ ഈ സ്ഥാനാർത്ഥി വൈകുന്നതിനെ കുറിച്ചൊരു ആശങ്ക വേണ്ടത്, അല്ലേ? നിങ്ങളെന്തിനാ ആശങ്കപ്പെടുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളിവിടെ ജയിക്കുന്നൊരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിക്കും. ജയിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും പ്രഖ്യാപിക്കുക. നിങ്ങൾ കണ്ടോളെ, വളരെ
ഈ മണ്ഡലത്തിന് നല്ല ആപ്റ്റായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയസാധ്യത, ഈ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ഒരു വളരെ പോസിറ്റീവായ, ജനങ്ങൾക്ക് തന്നെ നല്ല പരിചയസമ്പന്നനായ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിക്കുന്നത്. ഏതായാലും ഇന്നതുണ്ടാവില്ല. എപ്പോൾ എന്ന് ചോദിക്കുന്നതിന് പകരമാണ് ഞാൻ അത് ആദ്യം തന്നെ പറഞ്ഞ്, ഇന്നുണ്ടാവില്ല, നാളെ ഉണ്ടാവും. അത് മനസ്സിലാക്കിയാൽ മതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.